സുന്ദരമായൊരു പഞ്ചായത്ത്, സുന്ദരമായൊരു പഞ്ചായത്ത്, അതിസുന്ദരിമാരുടെ പഞ്ചായത്ത്. സുന്ദരിമുക്ക് 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 സുന്ദരിമുക്ക്. പലതരം വിഷമേഴും മഹയന്മാരുള്ളിടും പടവരും പറ കൊട്ടും ചാത്തനാപുരത്തെ. സുന്ദരിമുക്ക് 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 സുന്ദരിമുക്ക്. നീയോ ഞാനോ ഞാനോ നീയോ ആരാണിവിടെ കെങ്കേമി അല്ലേ ആരാണിവിടെ കെങ്കേമി. സുന്ദരിമുക്ക് 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 സുന്ദരിമുക്ക്. മായാമണി ആയിഷയുടെ ചായക്കടയിലെത്തിയതോടെ കച്ചവടം മുഴുവൻ ആയിഷയ്ക്കായി. ഖദീജയുടെ കടയിൽ ആരും കയറുന്നില്ല. ആയിഷ ഒരു പെണ്ണിനെ ഇറക്കി ആണുങ്ങളെ വശത്താക്കാൻ ശ്രമിക്കുകയാണെന്ന് ഖദീജ ആക്ഷേപിച്ചു. മായാമണി പുരുഷനാണെന്നറിയാതെ ആയിഷ അവളോട് വളരെ അടുത്തു പെരുമാറുന്നു. അവൾ മായാമണിയെ തന്റെ മുറിയിൽ കിടത്തുന്നു. ഷുക്കൂറിനാകെ ആധിയായി. അവൻ തന്ത്രപൂർവം മായാമണിയെ ഉമ്മയുടെ മുറിയിൽ നിന്നും മാറ്റി കിടത്തിയെങ്കിലും മായാമണി ഉമ്മയോട് അടുക്കാതിരിക്കാൻ അവൾക്ക് കാവൽ നിൽക്കേണ്ട ഗതികേടിലായി അവൻ. ഇതിനിടയിൽ ദൃശ്യയുടെ നിലപാടുകൾ അംഗീകരിക്കപ്പെടുന്നതിൽ ആയിഷയും ഷുക്കൂറും അസ്വസ്ഥരാകും. തുടർന്ന് കാണും. ഈ അവിടെ പോയി എനിക്കിട്ട് പണിയാൻ വേണ്ടി കാശ് കൊടുത്തത് ഞമ്മൾ അറിഞ്ഞടി. ഈ എന്താ കരുതിയേ? ഈ ഒന്ന് അനങ്ങിയ ഇവിടെ ഇരുന്ന് ഞമ്മൾ അറിയും. എന്നെ വിളിച്ചോണ്ട് പോയി എന്റെ കയ്യിലെ കാശും ചെലവാക്കി തനിക്ക് നാണം ഉണ്ടോടോ അവിടെ ചെന്നിരിക്കാൻ. പല പെണ്ണുങ്ങളെ കണ്ടിട്ട് ചായക്കട കയറി ഇരിക്കുന്നു. തനിക്കൊന്നും വേറെ ഒരു പണിയില്ലേടോ. വെറുതെ ചാത്തനോപുരത്തെ നാണം കെടുത്താൻ ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും. ഡോ തന്റെ കെട്ടിയോളെ 5-6 കൊച്ചുങ്ങളുമായിട്ടല്ല ഒരു 10-16 കൊച്ചുങ്ങളുമായിട്ട് കേറി വരും. നോക്കിക്കോ. ആലുമുട്ടിൽ അമ്മ പറഞ്ഞത് അതെങ്കിലും സത്യമായിട്ട് പറഞ്ഞ എന്റെ പടച്ചോനെ. ഇത് നല്ല കൂത്ത്. അങ്ങാടി തോറ്റതിന് മാട്ടുപെട്ടിയുടെ അടുത്താണോ? ആയിഷുമാരുടെ അടുത്ത് എന്തെങ്കിലും പറയണമെങ്കിൽ അത് അവരോട് പറയണം. എന്റെ മണ്ടക്കിട്ട് വരരുത്. അയ്യടാ മണ്ടക്കിട്ട് കേറാൻ പറ്റിയ ഒരു സാധനം. മേലിനി എന്റെ കട കയറി പോരുക. പിന്നെ നിന്റെ കട കേറാൻ പറ്റത്തോണ്ട് ചായ ഇടാൻ അങ്ങേര് മരിക്കാൻ പോണേണ്. നിന്റെ ഈ അലവലാതി പെണ്ണിനെ വെച്ചുള്ള കൂത്ത് എത്ര നാള് പോവെന്ന് നമുക്ക് കാണാവടി. അത് കഴിയുമ്പോ ഇവന്മാരൊക്കെ എന്റെ കടയിലോട്ട് തന്നെ വരും. എന്റെ കടയിൽ നിൽക്കുന്ന പണിന്ന് നീ അലവലാതി എന്ന് വിളിക്കോടി. അലവലാതി മാത്രമല്ല വേറെ പലോതും വിളിക്കും. നിർത്തടി. നിന്റെ കരണക്കുറ്റി അടിച്ചേ പൊട്ടിക്കും. പിന്നെ നിനക്ക് അടിച്ചു വിളിക്കാൻ കരണക്കുറ്റി ഉണ്ടാക്കി വെച്ചിരിക്കല്ലേ? ആയിഷ നിങ്ങളെങ്കിലും ഒന്ന് ഒതുങ്ങ്. പെൺപിള്ളേരൊക്കെ ഉള്ളതല്ലേ. ആയിഷുമ്മ നിങ്ങളിങ്ങ പോര്. വഴക്കിനൊന്നും പോണ്ട. ഇവരെ പോലെ മോശക്കാരൊന്നും അല്ല നമ്മള്. നമ്മള് നല്ല ആൾക്കാരാ. വാ വെച്ചിട്ടിരിക്കുവല്ലേ. എന്റെ ഉമ്മ ഞാൻ പറയുന്ന കരണക്കുറ്റി അടിച്ചു പൊട്ടിച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ. വിട് മായമണി വിട്. അവൾ എന്റെ ബാപ്പാനെ പറയാൻ തുടങ്ങിയിട്ട് കാലം കൊറേയായി. ഇനി അവളെ എന്റെ കൈ ഉമ്മ പോകണ്ട. ഉമ്മയെ അവളെ പോലെ ഒരു വൃത്തികെട്ട സ്ത്രീയുടെ അടുത്തേക്ക് ഉമ്മ പോകണ്ട. പറ്റൂല. നമ്മൾ ഈ കൈ വിടത്തില്ല. കൈ വിടുകയല്ലോ. വിടുകയല്ലോ. എന്താ എന്തുവാ ഉമ്മ നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ? നിങ്ങൾ അവരെ തല്ലിയ അവർ നിങ്ങളെ തല്ലും. അപ്പൊ അത് കൂട്ടത്തല്ലാവില്ലേ? ബാക്കിയുള്ളതിനോട് ഒരു 100 പ്രശ്നത്തിനിടയിൽ കിടക്കുക. ഇതിന്റെ ഇടയില നിങ്ങളുടെ ഒരു കൂടോത്ര കേസ്. എന്നാലും അവളെന്റെ വാപ്പാനെ പറഞ്ഞില്ലേടാ മോനെ. പിന്നെ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന ഉപ്പൂപ്പ ഇതും കേട്ടി എഴുന്നേറ്റ് വരാൻ പോവല്ലേ? ഒന്ന് പോകുമ്പോ അതാ നല്ലത്. ഐഷമ ഇപ്പൊ ഒന്നിനും പോകണ്ട. മോള് പറഞ്ഞോണ്ട് ഞമ്മളിപ്പൊ കേക്കണ്. എടാ കോപ്പ എന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉമ്മേന്റെ ദേഹത്ത് തുടരുതെന്ന്. എന്റെ ഏടാ ഞാനിപ്പൊ പിടിച്ചില്ലായിരുന്നെങ്കിൽ നിന്റെ ഉമ്മനെ അവര് ഭിത്തിയാലൊട്ടിച്ചാണ്. പിന്നെ അത് കേസായി പുലിവാലായി. എടാ കൊച്ചെ പോലീസ് എങ്ങാനും ഇവിടെ വന്നാലേ എന്റെ കാര്യം നിനക്കറിയാലോ. പോലീസ് പിടിച്ചങ്ങനെ ആത്തിട്ടാണ്ടല്ലോ.
ഇനിയേ, എന്ത് പ്രശ്നം ഉണ്ടായാലും നീ എന്റെ ഉമ്മാന്റെ അടുത്ത് അടുക്കണ്ട കേട്ടാ. എന്റെ ഉമ്മാന്റെ അടുത്ത് അടുക്കണ്ടെന്ന്. എന്റെ പൊന്നു ശുക്രേ, നീ ഒന്ന് ക്ഷമിറടാ. ഇല്ല, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്റെ ഒരു കാര്യത്തിന് വേണ്ടിയല്ലടാ ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നേ, അറിയാവോ? അമ്മാ ഏ? ദേ പിന്നെ അവൻ വരുന്നു. ശ്ശേ. എവിടുന്ന് ഓടി വരുന്നടാ ഈ പൊട്ടൻ? നിന്നെ കാണാൻ വരികയാണ്. പെട്ടെന്ന് വെപ്രാളത്തിൽ പോയെല്ലാം കൂടെ അകത്തോട്ട് പോയി. വേണോ അത് ഇപ്പം? പോച്ചത് കളയത്. നല്ല എനർജി. ഇത് ആരെങ്കിലും ഒന്ന് കാണില്ലെന്ന്. ആര് കാണാൻ? നമ്മൾ രണ്ടുപേരും മാത്രമല്ലടാ കാണുന്നു, ഉമ്മച്ചി കാണുന്നില്ല. പിന്നെ ആ മരം കൂടെ കണ്ടിട്ടുണ്ടോ ഇതിനകം? എടുത്ത് കളയത്. കളയത്. ഇവരെ അകത്തോട്ട് പോവാല്ലേ? എങ്ങോട്ടെങ്കിലും പോടാ. ഉമ്മാ, ഉമ്മാ 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 എന്ത് വടം നിന്ന് കാണുന്നേ? ഉമ്മ ഞാൻ കണ്ടുമ്മ, ഞാൻ കണ്ടു. നീ എന്ത് കണ്ടെന്നാ ഈ പറയുന്നേ? ഉമ്മ ആ പെണ്ണെ ബീഡി വലിക്കണ ഞാൻ കണ്ട്. ആര്? ആ മായാമണി. നീ കൊറേ ദിവസമായി ആ പെണ്ണ് ബീഡി വലിച്ച് നടക്കുന്നു എന്ന് പറയുന്നു. അത് മാത്രമല്ല ഉമ്മ, ആ ഷുക്കൂറുമായിട്ട് അവർക്ക് രഹസ്യബന്ധമുണ്ട്. നിർത്തറ. ഉമ്മയോടാണോടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ദൃശ്യം ഞാൻ പറയണ സത്യമാണ്. ആ പെണ്ണ് മുണ്ടും മടക്കി കുത്തിയാ നിന്നത്, ഞാൻ കണ്ട്. ദേ ദൃശ്യ, ഇവന് ഉച്ചക്കിറുക്ക ഏതോ ജിന്ന് കേറിയിരിക്കാം. ഉസ്താദിനെ കൊണ്ടൊന്ന് ഓദിക്കണം. ഇത് ഓദിക്കൊന്നും വേണ്ട, ആ പെണ്ണിനെ കണ്ടെന്റെ ഇളക്കോ. എന്റെ ഉമ്മ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ദേ നീ അകത്തേക്ക് കേറിപ്പോയെ, മേലെ വെളി കണ്ടുപോരുത്. കേറിപ്പോടാ. ചെക്കന് ഓളമായി പോയെന്നാ തോന്നുന്നേ. ഏതായാലും ഉസ്താദിന്റെ അടുത്തൊന്ന് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാം തീർത്തു കൊടുക്കണമല്ലോ. രണ്ട്, അഞ്ച്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. എന്നാ ചൂടാ അടുക്കള. എത്ര നേരം കാത്തിരിക്കും? എവിടെ നീ? നിന്റെ ഉമ്മയുടെ ചാവക്കാട്ടെ പഴങ്കഥ കേട്ടോണ്ടിരിക്കേ. പിന്നെ നിന്റെ ഉമ്മ ഒരു സംഭവാട്ടോ. അല്ല, നിന്റെ ഉമ്മ ഒരു സംഭവമാണ്. എന്തുമാത്രം കസ്റ്റമറാണ് നിന്റെ ഉമ്മയുടെ കടയിൽ. ഇത് വെടി. എന്തിനാണ് ഇത് ഇവിടുന്ന് സിറ്റിയിലെത്താൻ 50 രൂപ മതി. ബാക്കി 450 രൂപ നീ വെച്ചോ. പോണ വഴിക്ക് ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചോ. നീ ഇപ്പൊ എന്താ ഈ പറഞ്ഞു വരുന്നത്? എടാ ശുക്കൂറെ, ഞാൻ ഒരു കാര്യത്തിന് വന്നിട്ട് അത് തീർക്കാതെ അങ്ങനെ പോകാൻ പറ്റുമോ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരിഹരിച്ചോളാം. അതൊന്നും ഓർത്ത് എന്റെ മോള് വിഷമിക്കണ്ടാ. ഇതിനു മുമ്പ് ഇവിടെ കച്ചവടം ഉണ്ടായിരുന്നു. എടാ ശുക്കൂറെ, അതിന് നിന്റെ ഉമ്മ എന്നെ അങ്ങനെ വെറുതെ പറഞ്ഞു വിടുവോ? അതോർത്ത് എന്റെ മോള് വിഷമിക്കണ്ട. അതൊക്കെ ഉമ്മയോട് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ഇപ്പൊ നീ ഇവിടുന്ന് പോണം. പോണം. ഇവിടെ ജോപ്പാ സൈക്കിൾ നിനക്കൊരു പരിധിയില്ലടാ. നിനക്ക് അങ്ങനെ നിർബന്ധമാണെങ്കിൽ ഞാൻ പോകാം. പക്ഷേ പോകുന്നതിന് മുമ്പ് എനിക്ക് നിന്റെ ഉമ്മയുടെ അടുത്ത് ചെന്ന് യാത്ര പറയണം. ഞാൻ ഒരാണാണെന്നും ഒരു കള്ളനാണെന്നും നിന്റെ ഉമ്മയോട് എനിക്ക് പറയണം. അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. പറയും പറയും. അത് മാത്രമല്ല, ഇവിടുത്തെ നാട്ടുകാരോടൊക്കെ പറയണ്ടടാവേ, ആണായ എന്നെ ഒരു പെണ്ണുവേഷം കെട്ടിച്ച് ഇവിടെ കൊണ്ടുവന്നത് ഈ ശുക്കൂറാണെന്ന് ഞാൻ നാട്ടുകാരോട് മൊത്തം പറയും. ബാക്കി കാര്യമൊക്കെ നാട്ടുകാർ നോക്കിയോളൂ. എന്തായാലും കൊള്ളാം, എനിക്കടി ഉറപ്പാ. നിനക്കും കൂടി കിട്ടൂലോ എന്നോർത്ത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്തായാലും പോകും മുമ്പ് നിന്റെ ഉമ്മച്ചോട് യാത്ര പറഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. പോവണ്ട. പോവും പോവും പോവും. ഇല്ല ശുക്കൂറെ, അത് നടപടിയുള്ള കാര്യമല്ല. പോണ്ട. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കേണ്ട നിൽക്കേണ്ട കാര്യമില്ല. നീ ഇപ്പൊ പറഞ്ഞ, നീ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ. ഇല്ലില്ല, പറഞ്ഞതാ. ഒരു കാര്യം പറയട്ടെ, ഞാൻ പോണ്ടെന്നാണ് പറഞ്ഞത്. പോകണ്ട. പോണെന്ന് പറഞ്ഞാൽ പോണ്ട. പോണ്ടെന്നാണ് പറഞ്ഞത്. പോകണ്ടെങ്കിൽ പോകുന്നില്ല ഞാൻ. പക്ഷെ ഞാൻ ഇവിടെ നിൽക്കണമെങ്കിൽ ഒരു 500 കൂടി വേണം. 500 വേണം. അത് വേണം. എടാ ഒരുപാട് ചെലവുകളുണ്ട് എനിക്ക്. എന്ത് ചെലവ്? എടാ ഇവിടെ നിക്കണമെന്ന് പറഞ്ഞാൽ നിസ്സാരമാണോ? ഞാൻ എല്ലാരെയും സന്തോഷിപ്പിക്കണ്ടേ? മൂക്കുമുട്ട തിന്നണില്ലേ നീ? മൂക്കുമുട്ട തിന്നാൻ വേണ്ടിട്ടല്ല, പല ദുശീലങ്ങളും ഞാൻ മാറ്റി വെച്ചിട്ട് ഇവിടെ പിടിച്ച് നിൽക്കണേ. ഏതൊക്കെയായാലും നീ ഇവിടെ വെറുതെ നിൽക്കുമല്ലേ? ചെറുതായിട്ട് വഴിച്ചെലവിനാണ് ഒരു 10 രൂപ ഇരുന്നോട്ടെ. ചില കർമ്മക്കാർ വരുവാണ്, അവർക്ക് കൊടുക്കാലോ. 10 രൂപയാ? 10 രൂപ. 50 രൂപ. നീ ഒന്ന് ചുമ്മാരാവേ, ഞാൻ പോകണ്ടെന്ന് നീയല്ലേ പറഞ്ഞേ? നീ ഇപ്പൊ എന്ത് ചെയ്യും?
ഹലോ ഹലോ, ഐഷുമ്മയാണോ സംസാരിക്കുന്നത്? അതെ ഐഷുമ്മയാണ്. ആരാണത്? ഹലോ ഹലോ, എന്താ കരയണത്? ഞാൻ മായാമോഹനാണ്. അവിടെ താമസിക്കുന്ന ആ പെണ്ണ് എന്റെ ചേച്ചിയാണ്. ഞങ്ങളുടെ മുത്തച്ഛി ഞങ്ങളെ വിട്ടു. അല്ലാ, ഏത് ബൈക്കാ മുത്തശ്ശി പോയത്? പോലീസുകാരോട് പറയാറുന്നില്ല മോനെ, അവര് പെട്ടെന്ന് തപ്പിത്തരും. മുത്തശ്ശി മരിച്ചുപോയി. അല്ല, മരിച്ചതാണോ? എപ്പോഴായിരുന്നു മോനെ? 2-3 മണിക്കൂറേ ആയുള്ളൂ. എങ്ങനെയാന്നോ, മാങ്ങ പറിക്കാൻ മാവുമേ കയറിയതാ, താഴെ വീണ്. അല്ലോ, മായാമണി ഇപ്പൊ പറഞ്ഞു വിടണോ അല്ലേ? അതെ അതെ ഉമ്മ. മായാമണി ചേച്ചി വന്നാലേ എല്ലാവരെയൊക്കെ അറിയിക്കാൻ ഒക്കത്തുള്ളൂ. 2 അമ്മാമാര് വാഷിങ്ടണിലുണ്ട്. അവര് വന്നാലേ ദയിപ്പിക്കണോ കുയിക്കണോ എന്നൊക്കെ തീരുമാനിക്കുള്ളൂ. മായാമണി ചേച്ചി ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. ഉമ്മ അവിടെ ഒന്ന് പറഞ്ഞു വിട്. മോൻ വിഷമിക്കണ്ടാട്ടാ, ഇപ്പൊ തന്നെ ഞമ്മള് മായാമണിന്റെ അടുത്ത് പറയാട്ടാ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മുത്തശ്ശി എന്ന് പറഞ്ഞ ജീവനായിരുന്നു. മായാമണി ചേച്ചിക്ക് ഈ സഹിക്കാൻ പറ്റത്തില്ല. മായാമണി ചേച്ചി മുത്തശ്ശി ഇല്ല എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറയണത് ദുഃഖം കൊണ്ടാണ് കേട്ടോ. ആയിഷുമ്മ പറഞ്ഞ് നിർബന്ധിച്ച് ഇങ്ങോട്ട് വിടണം. മോൻ കരയണ്ടാട്ടാ, ഇപ്പൊ തന്നെ മായാമണി അടുത്ത് പറയാം കേട്ടാ. ഓക്കെ. അല്ലാ, മായാമണിക്ക് പണിയായി. മായാമണി, മോളെ മായാമണി. മായാമണി, മായാമണി. ഹോ, കത്തിച്ച പാടെ വീടിയും പോയി. മോളെ മായാമണി, എന്തോ ഉമ്മച്ചി? മോള് വിഷമിക്കരുത് കേട്ടാ. എന്ത് വിഷമിക്കാൻ? മോക്ക് എന്തും താങ്ങാനുള്ള ശേഷി ഉണ്ടല്ലോ അല്ലേ? എന്ത് പറ്റി ഉമ്മച്ചി? ദേ, എന്ത് വന്നാലും എന്റെ മനസ്സ് പതറരുത്. ഈ വേണം, എന്റെ ഉമ്മ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്റെ മനസ്സ് പതറില്ല. ഈ വേണം എല്ലാരെയും ആശ്വസിപ്പിക്കാൻ. എന്തിന്? എന്റെ വാഷിങ്ടണിലെ അമ്മാവന്മാരെ വിവരം അറിയിക്കണട്ടാ. വാഷിങ്ടണിലുള്ള അമ്മാവന്മാരും? ആ, ഏ, തളരരുത് മോളെ. ഉമ്മ ഒരു കാര്യം പറയാം. പറഞ്ഞു ഉമ്മ കാര്യം പറ. മോളുടെ മുത്തശ്ശി മാവേന്ന് വീണ് മരിച്ചു മോളെ. മുത്തശ്ശിയോ? ഏത് മുത്തശ്ശി? ഏത് മാവ്? എന്തോ മോനെ ശുക്രേ, ദേ ഈ മായാമണിയുടെ മുത്തശ്ശി ഉണ്ടല്ലോ മരിച്ചു പോയടാ. നീ എന്തിനാടാ കരയണത്? മുത്തശ്ശി എന്റെ മുത്തശ്ശിയാ. മായമണി എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പറഞ്ഞേച്ചേക്ക്. പൊക്കോ. ഇല്ല, പോകില്ല. മരിച്ചു പോയ മുത്തശ്ശി എനിക്ക് കാണണ്ട. എന്റെ മുത്തശ്ശി എന്റെ മനസ്സിന്റെ അകത്ത്, എന്റെ ഹൃദയത്തിന്റെ അകത്ത് ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അതങ്ങനെ തന്നെ അകത്തിരുന്നോട്ടെ. അത് പറഞ്ഞ പറ്റില്ല മോളെ. ഇല്ല. ദേ അനുജനെ ഇപ്പൊ വിളിച്ചായിരുന്നു. ഏതനുജനാ? MBBS പഠിക്കുന്ന മറ്റേ അനിയനില്ലേ? അനുജൻ നോക്കിക്കോളും ബാക്കി കാര്യങ്ങള്. എനിക്ക് മരിച്ചു കിടക്കുന്ന മുത്തശ്ശിയെ കാണണ്ട. അവിടെ കാര്യങ്ങളൊക്കെ ആലോചിക്കാനുണ്ടാവും. എങ്ങോട്ടാ? ഉമ്മ ഉണ്ടാക്കാം. ഉമ്മ വണ്ടി ഏറ്റിടാം. എന്റെ മുത്തശ്ശി കരയണ്ട, ബാ. ഇല്ല, ഞാൻ പോവുകയല്ല മോളെ. എന്റെ ഉമ്മ, ഞാൻ പോവുകയല്ല. ദേ, നമ്മുടെ മായാമണിയുടെ മുത്തശ്ശിയെ മരിച്ചുപോയി. അയ്യോ, മുത്തശ്ശി. അയ്യോ, ദേ എന്താണ് മായാമണിയുടെ അമ്മാവൻ 2 ദിവസം കഴിയുമ്പോ വാഷിനടിന്ന് വരും. എന്നിട്ടേ മായാമണി പോയിട്ട് വാ. മായാമണി ചടങ്ങൊക്കെ നടത്തണ്ടേ? പോയിട്ട് വാ മോളെ, പോയിട്ട് വാ. ചെല്ല്, നല്ല മോളല്ലേ. ഉമ്മ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്തോളാം. മോള് പോയിട്ട് വാ. എനിക്ക് പോകാൻ കഴിയില്ല. പപ്പേട്ട, എന്റെ പപ്പേട്ടെങ്കിലും എന്നെ മനസ്സിലാക്കണം. എന്റെ പപ്പേട്ടനെ ഇട്ടേച്ച് പോകാൻ പറ്റില്ല. പോയിട്ട് വിവരങ്ങൾ അറിയിച്ചാ മതി. അറിയോ? അടക്കമൊക്കെ അറിയിക്കണം. എനിക്ക് വിഷമം സഹിക്കാൻ പറ്റത്തില്ല. ഞാൻ പോവാ. വേണ്ട.
വേണ്ട, പോകില്ല പോകില്ല പോകില്ല. എന്റെ പണി എന്തോ ചെലവിന് കാശുണ്ടോ? അയ്യോ ചെലവിന് കാശില്ലേ കാശില്ലേ കാശില്ലേ. അയ്യോ ചെലവിന് കാശില്ല. 1 രൂപ പോലും ഇല്ലാതെ 10 പൈസ പോലും ഇല്ലാതെ എന്റെ ഇട്ടേച്ച് പോയില്ലേ. പഴയ്ക്ക് കൂടാൻ വാങ്ങിക്കാൻ പറ്റുന്ന കാശാ ഞാൻ എണ്ണാനൊന്നും നിൽക്കണ്ട. ഇതൊന്നും എണ്ണി തീർക്കാനുള്ള ശക്തി എനിക്കില്ല എന്റെ ദൈവമേ. എന്റെ പണി അയ്യോ 5000 രൂപ ഒന്നിനും ആകത്തില്ല, തികയത്തില്ല. ഇനി ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ തരും ഒന്നും ആകത്തില്ല. പിടി 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 എന്റെ ഡയമണ്ട് മോതിരം ഞാൻ തരാം. എന്റെ അമ്മേ, എടുത്തോ ഡയമണ്ടാ, ഡയമണ്ട്. എടുത്തോ എന്റെ മണിക്കുട്ടി ഒന്ന് സമാധാനിപ്പിക്കും. അയ്യോ അയ്യോ എന്റെ മണി അറിയത്തില്ല. മണി മണിക്കുട്ടി. അല്ലാ, ആ കൊച്ചിന്റെ സങ്കടം കണ്ട. ഇത്രയും സങ്കടം കണ്ടിട്ടാണ് ആ കൊച്ചു പോണ്ടാന്ന് പറഞ്ഞത്. മനുഷ്യന്റെ കാര്യം. എന്റെ മുത്തച്ഛി പോയി. തന്റെ മുത്തശ്ശിയോ? എന്റെ മായാമണിയുടെ മുത്തച്ഛി. മോളെ ഇങ്ങ് വന്ന്. എന്താ അമ്മ? എന്താ മോളെ ആ മായാമണി പോയത്? ആ പാവത്തിന്റെ മുത്തശ്ശി മരിച്ചു പോയെന്നുമ്മ. നന്നായി, അവക്ക് അങ്ങനെ തന്നെ വേണം. ഇനി കുറെ നാളത്തേക്ക് ഇങ്ങോട്ട് വരത്തില്ലല്ലോ. എന്താ ഉമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഒരാളുടെ മരണത്തിന് നമ്മൾ സന്തോഷിക്കുക ചെയ്യുന്നേ? അതല്ല മോളെ, നമ്മുടെ കച്ചവടം പൊളിക്കാൻ വേണ്ടി കൂടോത്രം ചെയ്തത് അവള്. അതിപ്പോ തിരിച്ചടിച്ചത് കണ്ടോ? അതാ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച എന്തും നടക്കുമെന്ന് പറയുന്നത്. അത് തന്നെ ഞാനും പറഞ്ഞത്. അല്ലാതെ ആൾദൈവങ്ങളുടെ പുറകെ നടന്ന് പണി വാങ്ങിച്ചു വെക്കരുത്. അത് മോള് പറഞ്ഞത് ശരിയാ. വെറുതെ ആവശ്യമില്ലാത്ത ഏടാകൂടത്തിനൊന്നും തല വെക്കാതിരിക്കുന്നതാ നല്ലത്. വരാനുള്ളതൊന്നും വഴി തങ്ങത്തില്ലല്ലോ. ഉമ്മ ഉമ്മ എന്താ വിഷമിച്ചിരിക്കുന്നേ? വാപ്പയെ കുറിച്ച് ഓർത്തിട്ടാണ്. വാപ്പ തിരിച്ചു വരും ഉമ്മ, വാപ്പ തിരിച്ചു വരും. കുഞ്ഞിക്കാതൽക്ക തിരിച്ചു വരും. എന്റെ അടുത്ത് തന്നെ വരികയും ചെയ്യും. ഞമ്മളതൊന്നും അല്ലടാ ഓർത്തത്. ആ വാപ്പ വന്നിട്ട് അവരെ ഓടിക്കണ കാര്യമല്ലേ? ഓ ഈ പോ, അതൊന്നും അല്ല. ആ മായാമണിയുടെ മുത്തശ്ശി മരിച്ചിട്ട് ഞമ്മക്കൊന്നും അങ്ങോട്ട് പോവാൻ പറ്റിയ ഇല്ലല്ല? ഉമ്മയ്ക്ക് വേണ്ടി ഞാൻ പോയില്ലേ? തത്തഭി മരണ വീട്ടിൽ ചെന്നപ്പോ തകർന്നു പോയി ഉമ്മ, തകർന്നു പോയി. മായാമണി ആകെ തളർന്നിരിക്കുക. ഇളയ സഹോദരങ്ങൾ രണ്ടുപേരും മായാമണിയുടെ മടി കിടന്ന് കരയുക. എനിക്കും വല്ലാതെ കരച്ചിൽ വന്നതാ. എനിക്കും വല്ലാത്ത വിഷമോയടാ. ഇത്രയും നാള് നമ്മളെ കൂടെ നിന്ന പെണ്ണല്ലേ. ഇനി മായാമണി തിരിച്ചു വരണ ലക്ഷണമൊന്നുമില്ലമ്മ. ഇളയത്തങ്ങളെ നോക്കണ്ടേ? ഇറങ്ങാൻ നേരം മായാമണി എന്നോട് പറഞ്ഞു ഇനി കച്ചവടം ഉമ്മയോട് ഒറ്റയ്ക്ക് നടത്താൻ. അയ്യോ, ഇനി അവള് വരൂലടാ. ഉമ്മ നിങ്ങൾ ബേജാറാവണ്ട. മായാമണി വന്നില്ലെങ്കിലേ പകരം ഞാൻ അവ്വേ ഷൺമുഖിയെ കൊണ്ടുവരും. ഓ, ഇവിടെ ഒരു അവ്വയും വേണ്ട, ഷൺമുഖിയും വേണ്ട. ആ മായാമണിയോ നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നാ മതി. ആ എന്റെ ശുക്കൂറെ, ഈ ഒരു കാര്യം ചെയ്യോ? അവളൊന്ന് വിളിച്ചേ. അല്ല, അവളുടെ വാഷിന്റെ അമ്മാവന്മാര് വന്നോ? ചടങ്ങുകൾ തീർന്നോ? ഒന്നും അറിഞ്ഞില്ലല്ല. ഒന്ന് വിളിക്കടാ. ഇപ്പൊ ഫോൺ എടുക്കില്ലുമ്മ, മരണവിടല്ലേ, മോശം. ഞാനാണ് വിളിക്കണെന്ന് കണ്ട അവളെ എടുത്തിരിക്കും. നീ വിളിക്ക്. എടുക്കൂല്ലമ്മ, ഞാൻ പിന്നെ വിളിച്ചോളാം. ഉമ്മ അതോർത്ത് ബേജാറാവണ്ട, സമാധാനായിട്ടിരിക്കും കേട്ടാ. ഞാൻ വിളിച്ചോളാന്ന്. വിളിക്കാന്ന് പറഞ്ഞ് വിളിക്കാന്നേ. ആ കൊച്ചു നിങ്ങോട് വന്നാ മതിയായിരുന്നു. ഉമ്മാന്റെ ഒരു കാര്യം, മായാമണി 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 അവനീ വഴിക്കേ വരില്ലെന്ന് വിചാരിച്ചോണ്ടിരിക്കാൻ ഞാൻ. ഉമ്മക്കാണെങ്കിൽ അവനെ എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടുവന്നേ പറ്റുള്ളൂ. പടച്ചോനെ, എന്തൊക്കെ ഇവിടെ ഉണ്ടാകാൻ പോണത്.
ഹായ് നീലിമ. ഗോൾഡ് റിങ്ങോ? എത്ര പവനാ? അരപ്പവൻ പോരെ? നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. ശരി ശരി. ശ്ശോ. ഒരു പവൻ ഞാൻ എവിടെ പോയി ഒപ്പിക്കും? ആ ചായക്കട നിന്നപ്പോ അടിച്ചു മാറ്റാൻ പറ്റുമായിരുന്നു. ആ ഷുക്കൂർ കാരണം അതും പോയി കിട്ടി. എവിടെയെങ്കിലും പോയി വിളിക്കാൻ. എവിടെ പോവാൻ? ഇങ്ങോട്ട് പോ. ചോദിച്ചേ എന്താ ചോദിച്ചാ? ഒളിച്ചിരിക്കാൻ നോക്കുവാണോ? നിങ്ങളെ തിരക്ക് ഞാൻ എവിടെയെല്ലാം നടന്നെന്നറിയോ? ഞാനേ ഷീന, ഞാനത് ഞാൻ കരുതി നീ അത് വന്നിട്ട്. എന്ത് കരുതി? ഒന്നുമില്ല, ഇരിക്ക നീ. എടി എന്നാ പറ്റി നിനക്ക്? നിന്നെ കണ്ടിട്ട് എത്ര കാലം.